ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ പറമ്പിലാട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇന്ന് ലീവാണ്. ഞങ്ങളെ കോഴിക്കോട് ജില്ലയിലേക്ക് ഇന്ന് ഹർത്താലായിരുന്നു കേട്ടോ. അപ്പം ഞാനിന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള പണിയാണ്. നമ്മളെ ചെടിച്ചട്ടികളൊക്കെ ഒന്ന് മാറ്റി കുഴിച്ചിടാമെന്ന് വിചാരിച്ചു. ചെടികൾ ചട്ടിയിലകത്ത് നിറച്ചുള്ളതുണ്ട്. അപ്പോൾ ഒന്ന് ചെടികളൊക്കെ ഒന്ന് മാറ്റി പുതിയ ചട്ടിയിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മണ്ണെടുക്കാം കേട്ടോ. അവിടെ നിന്നാണ് മണ്ണെടുത്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ സോപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇപ്രാവശ്യം സോപ്പ് ഉണ്ടാക്കുന്നത് ഞാൻ പച്ചമഞ്ഞൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആര്യവേപ്പിൻ്റെ ഇല ഒഴിവാക്കിയിട്ട്, കഴിഞ്ഞ പ്രാവശ്യം ആര്യവേപ്പിൻ്റെ ഇലയായിരുന്നു. അപ്പം മഞ്ഞൾ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ, എടുക്കാനായില്ലായിരുന്നേ. അപ്പോൾ ഇപ്രാവശ്യം എന്താ ഒരു മരട് മഞ്ഞൾ പറിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതെടുത്തിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യം സോപ്പ് ഉണ്ടാക്കണ കാണിക്കേണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ സോപ്പിൻ്റെ കാണിക്കില്ല. നമുക്ക് ചെടികൾ നടുന്നതാട്ടോ ഇന്നത്തെ പണി എൻ്റെ. അപ്പോൾ ഇതാ നമ്മളെ മണ്ണുകൾ കൊണ്ടുവച്ച് ഞാൻ ചാക്കിൽ നിരത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാട്ടോ നമ്മളെ ചാണപ്പൊടി. ഇത് കുറേ മുമ്പ് വാങ്ങി വെച്ചതാട്ടോ ചാണപ്പൊടിയെ. ഇത് ഞാൻ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് വാങ്ങിയിട്ടോ, കുറച്ചൊന്നിട്ട് നോക്കാമെന്ന് വെച്ചിട്ട്. നാളൊരു ചേച്ചി കണ്ടിട്ടുണ്ടായിരുന്നു വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ടിട്ടെ. അപ്പോൾ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ നമ്മളെ എല്ലുപൊടി. അതിലുണ്ട് കേട്ടോ എല്ലുപൊടി. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഉമി എടുത്തതാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് പണ്ടുള്ളവരൊക്കെ പറയില്ലേ, കൂർക്കലൊക്കെ നടുമ്പോൾ നമ്മൾ മണ്ണിൻ്റെ അകത്ത് കുറച്ച് ഉമി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കിഴങ്ങൊക്കെ കൂർക്കലൊക്കെ നന്നായിട്ട് ഇങ്ങനെ വലിയതായിട്ട് കിട്ടും എന്ന് പറഞ്ഞു. കിഴങ്ങൊക്കെ വണ്ണം വെച്ച് കിട്ടുന്നേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മണ്ണ് കുറച്ച് നനവുള്ളതല്ലേ, അപ്പോൾ ഞാൻ കുറച്ച് ഉമി ഇട്ടിട്ടൊന്ന് ഉലർത്തി നോക്കുക കേട്ടോ. വിലർത്തി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ ഇന്നാളെ നട്ടപ്പോഴും ഞാൻ പിന്നെ അഗ്ലോണിമയൊക്കെ നട്ടപ്പോൾ ഉമി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുകയാണ്, കുറച്ച് കഴിയുമ്പോൾ മണ്ണം കൊണ്ട് ഭയങ്കര കട്ടിയായെന്നും ആര് തോന്നിയേ. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആ മണ്ണിങ്ങനെ ഇളക്കി കൊടുക്കുമല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വളം ഇട്ട് കൊടുക്കാൻ നേരത്തെ ഇളക്കുമ്പോൾ നല്ല വേഗം ഇളകുന്നുണ്ട്. മറ്റത് ഭയങ്കര കട്ടിയായി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് വിട്ടിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി ചാണപ്പൊടി ഇടട്ടെ. ചാണകപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് മാറ്റാനുള്ളത്. രണ്ടെണ്ണത്തിന് ഇത് 2 എണ്ണം ഉണ്ട്, അത് മാറ്റണം. നമ്മളെ എന്താ പറയുക, ഇത് മദർ പ്ലാന്റാണ്, ഇത് 2 എണ്ണം. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല ഉഷാറാക്കണം. അവരിങ്ങനെ ഒന്നിച്ച് നിന്നിട്ടേ ഒരു ഭയങ്കര ബുദ്ധിമുട്ട്. അത് നമ്മളെ സുന്ദരികൾ കുറേ ഉണ്ട് അതിൻ്റെ അകത്ത് കേട്ടോ. അതുണ്ട്, കുറേ എണ്ണമുണ്ട്. എന്നാലൊരു കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ അവർ ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓരോന്ന് എടുത്ത് വെച്ചില്ലെങ്കിൽ ഒന്നിച്ച് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഓരോ ചട്ടിയിലാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ അകത്ത് അവിടെയൊക്കെ ഉണ്ട്. ഇവളും 2-3 എണ്ണമായി. അങ്ങനെ നമ്മളെ അന്ന് കാണിച്ചേ അത് കണ്ടോ, നല്ല ചെറിയ സുന്ദരികൾ വന്നുകൊണ്ടോ. ഇത്തിരി വലുതായിട്ട് അപ്പോൾ 2 എണ്ണമായേ. ഇതിനകത്ത് 2 എണ്ണം വന്നിട്ടുണ്ട് ഷൂട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചകിരിത്തുപ്പൊക്കെ ഇതിലിടുന്നുണ്ട് കേട്ടോ. ഓടും കഷ്ണമൊക്കെയാണ് ചിലരിടല്. എനിക്ക് ആ ഓടും കഷ്ണം ഇവിടെ കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചകിരിത്തുപ്പ് ഇങ്ങനെ ആക്കിയിട്ടിടുക കേട്ടോ. നാലഞ്ച് ചട്ടിയുള്ളൂ കേട്ടോ മാറ്റാൻ. ചട്ടി കുറവാണ്. ഇതൊന്ന് കാണിച്ചേ. ഇതുണ്ടോ അതിൽ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ആക്കിയിട്ടോ ചട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇതവിടെയൊക്കെ റൂട്ട് വരുന്നുണ്ട്. അവിടെ ഒരെണ്ണം വന്നു. അപ്പോൾ ഇത് 3 എണ്ണമായിട്ടോ. ഇതാണ് മദർ പ്ലാന്റ്. അത് മാറ്റിയിട്ട് നമുക്ക് മാറ്റി കുഴിച്ചിടണം. അത് ഇതില്ല, വേറെ ഒരാളുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ മാറ്റിയിട്ട് വേണം നമുക്ക്. ഇതാദ്യം നട്ടതായിരുന്നേ, ഇത് നമുക്ക് മാറ്റണം. ഇവനെ മാറ്റി കുഴിച്ചിടണം, മാറ്റി വെക്കണം. ഉണ്ടോ, ഇതാണ് മദർ പ്ലാന്റ്. അതിൽ ചെറിയ കുഞ്ഞു
അതും ഒക്കെയാണ് മാറ്റാനുള്ളത് കേട്ടോ. ഇത് ആദ്യകൂട്ടം സഹായിക്കും കേട്ടോ. പുറത്തേക്ക് കളയല്ലേ പുറത്ത് കളയല്ലേ മന്നാ. മണ്ണിരയോ? വേഗം കുറച്ചുകൂടി ഇട്. ഇതാ ഞാൻ ഇതങ്ങനെ മുറിച്ചെടുത്തു കേട്ടോ. നമുക്ക് വേറെ ഒരു ഇതാക്കി വെച്ച് വെക്കാം. ഇതും അതുപോലെ ഇൻഡോറിൽ വെക്കാൻ എടുക്കാം. കൈകളിതാ നിറച്ചുണ്ടാവുന്നുണ്ട് കേട്ടോ. അത് ഇതുണ്ടോ? ആ ഒക്കെ റൂട്ടാ. അതെ എന്തൊരു വലുതാ. അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. നമ്മളെ സുന്ദരി കുട്ടി. അയ്യടാ ഒരെണ്ണം ഒടിഞ്ഞു പോയാലോടാ. നോക്ക് ഞാൻ കുച്ചോടത്തമ്മ. ഓ സുന്ദരി. അടുത്തെന്നാ കുട്ടം കുഴിച്ചിട്ട് വന്നാപ്പാ. അത് കുട്ടം കുഴിച്ചിട്ട് മണ്ണ് വരയ്ക്കും. എനിക്ക് ഈ മണ്ണ് ഗ്ലൗസ് വേണം. ഗ്ലൗസ് വേണ്ടത്. അതിൽ അച്ചെടുക്കട്ടെ. ഇങ്ങോട്ട് നിന്നെടുക്കുന്ന അച്ചക്ക് എടുക്കാൻ പറ്റണ്ടേ? അടുത്തത് ഇട്. അമർത്തണ്ട പൊട്ടിപ്പോടാ. പൊട്ടിപ്പോളെ അതിന്റെ വിത്തൊക്കെ പൊട്ടിപ്പോളെ. ഇത് ആദ്യക്കുട്ടൻ്റെ ചെടിയാണേ. ആദ്യം എന്റെ ചെടി അവിടെയാ. കൈ വേർത്ത്. കൈ നോക്ക്. ഇതെന്തീ വെള്ള കല്ലോ? കല്ല്. ഇതോ കല്ല്. മുട്ടയല്ല കല്ല. സെറ്റാക്കിയത് നമ്മളെ അഗ്നോണിമ പിച്ച് വെച്ചാണ് 3 എണ്ണം. അതെ ഈ സാധനങ്ങൾ ഇത് പിന്നെ ഇൻഡോർ ആക്കി വെക്കാണ് കേട്ടോ. നമ്മളെ 2 സുന്ദരികളെ നമുക്ക് ഇൻഡോർ ആക്കിയിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.